ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ്. ആർ ജെ അഞ്ജലിയെ പറ്റി റെഡ് എഫ് എമ്മിലൊക്കെ ഫ്രാങ്ക് വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം ഫ്രാങ്ക് വീഡിയോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സ്ഥിരമായിട്ട് ഒരാളെ വിളിച്ച് പറ്റിക്കുക, സ്ഥിരമായിട്ടല്ല പലരുടെയും നമ്പർ കണക്ട് ചെയ്ത് അവരെ വിളിച്ച് പറ്റിക്കുക, എന്നിട്ട് നമ്മൾ കൊണകൊണാന്ന് ചിരിക്കുക, ഇത് കണ്ടിരിക്കുന്നവരും കൊണകൊണാന്ന് ചിരിക്കുക. ഇത് തന്നെയാണ് അവസ്ഥ, ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അനുഭവിക്കുന്നതിനറിയാം അതിൻ്റെ വിഷം. ഇത് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ കിടന്ന് കറങ്ങി ഒരു വല്ലാത്ത അവസ്ഥയിലെത്തും എന്നുള്ളതാണ്. ഇത് അനുഭവിക്കുന്നത് വലിയൊരു പ്രയാസമാണ്. പക്ഷേ ഇത് കാണുന്നവർ, മറ്റുള്ളവരുടെ പ്രയാസം കാണുന്നതിനാണല്ലോ നമുക്കിഷ്ടം. അതുതന്നെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ വീഡിയോയുടെ ക്ഷമാപണം ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് അഞ്ജലി ഇപ്പം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതറിയാൻ വയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? അന്നെന്താ സംഭവിച്ചതെന്ന് അറിയാൻ വയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? നീ സംശയത്തിനൊന്നും കാരണമില്ല. ഏതാനും സോഷ്യൽ മീഡിയ മിക്കവാറും എല്ലാ യൂട്യൂബ് ചാനലുകളും അതെടുത്തിട്ട് അലക്കി ഒരു പരുവാക്കി വെച്ചേക്കുക. വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഒരു മെഹന്തി ഇടുന്ന ഒരു വ്യക്തിയെ പറ്റി കല്യാണത്തിനൊക്കെ മെഹന്തി ഇടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയൊരു ഫാഷനായിട്ടും ചടങ്ങുമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം കല്യാണത്തിന് മെഹന്തി ഇടാൻ വേണ്ടി ഒരാളെ വിളിച്ചു, അയാളുടെ പ്രൊഫഷനാണത്. ആ വ്യക്തിയെ വിളിച്ച് ആക്ഷേപിക്കുന്ന രീതി സംസാരിച്ചു. ആ സംസാരത്തെ ഏതായാലും സോഷ്യൽ മീഡിയ എല്ലാവരും കൂടി ഇട്ടിട്ട് നമ്മുടെ ആർ ജെ അഞ്ജലിയുടെ കൂട്ടുകാരിയാണ് വിളിച്ചതെന്ന് തോന്നുന്നു. ഏതായാലും ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കറിയാവുന്നുള്ളതുകൊണ്ട് എല്ലാം കൂടി ആർ ജെ അഞ്ജലിക്ക് കിട്ടി എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും കൂടെ പൊട്ടിച്ചിരിക്കുന്നു. അവസാനം ആ ചേച്ചിയാണോ എന്നറിയില്ല കേട്ടോ. ഇനി അതിനെല്ലാവരും കൂടെ എന്നെ പൊങ്കാല ഇടാൻ പറയണ്ട. ആ വ്യക്തി ഫോൺ വെച്ചിട്ടങ്ങ് പോയി. അതുകൊണ്ട് മറ്റു പല കാര്യങ്ങളും ചോദിക്കുമായിരുന്നു. അതിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ടു. രണ്ടാമത് ഫോൺ വിളിച്ചു, അവരെടുത്തില്ല. ഇനി ആരെങ്കിലും അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്കൊന്നും കൂടെ കേൾക്കാം. ആർട്ടിസ്റ്റ് അല്ലേ? 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ആര് പറഞ്ഞിട്ടാന്ന് പറയാ? ഫ്രണ്ട്. പേരെന്താ? നിഷാന. സ്ഥലം എവിടെയാ? അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. ഇത് 25ന് വെഡിങ് ആണോ? ഓ ഓക്കെ. എനിക്ക് ഞാനേ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? എന്നുവെച്ചാൽ ഇപ്പൊ ബ്രൈഡൽ ആയിട്ട് ചെയ്യാനില്ലേ? കൈക്ക് എത്ര? മീൻസ് 2 കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ, ഡിസൈൻ അനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? എന്ത് കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? സംസാരിക്കുന്നേ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? അവര് ഫോൺ എടുത്ത് എറിഞ്ഞെത്തോ? അപ്പം ആർ ജെ അഞ്ജലി ഇത്രേ ചെയ്തുള്ളൂ. അതിനെ യുവന്മാരെല്ലാവരും കൂടെ എങ്ങനെ? രേവതിയുടെ കിലുക്കൻ സിനിമയിലെ രേവതിയുടെ അവസ്ഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ എന്നുള്ള അവസ്ഥ. ഈ കിണ്ടിക്ക് പകരം വേറെ ഏതെങ്കിലും വീട് ഉപയോഗിക്കാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ. ഏതായാലും കിണ്ടി ഒരു പ്രശ്നമായി മാറി. നമ്മുടെ മണിച്ചിത്രത്താഴിലെ കിണ്ടി, വിളക്ക് കത്തിക്കുമ്പോൾ വെക്കുന്ന കിണ്ടി, ഇതൊക്കെ തമ്മിൽ എല്ലാം കിണ്ടി തന്നെ അല്ലേ? ഏതായാലും ഈ കിണ്ടി വിഷയം വലിയൊരു പ്രശ്നമായി, അന്താരാഷ്ട്ര പ്രശ്നമായി മാറുകയും സോഷ്യൽ മീഡിയ അഞ്ജലിയും, എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം അവരുടെ പ്രൊഫഷനെ കളിയാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏതായാലും ആ മാന്യമായ വ്യക്തി ആ ഫോൺ വെച്ചിട്ട് പോയത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് അതേ പിടിച്ച് ആൾക്കാർ തുടങ്ങിയേനെ. അവിടം വെച്ച് നിർത്തിയത് കാര്യമല്ലേ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പ്രശ്നമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ, ചോദിച്ചതിനേക്കാൾ ഉപരി ഇവർ കളിയാക്കി ചിരിക്കുന്നു. ഒരു വ്യക്തിയെ വിളിച്ചിട്ട് കളിയാക്കി, എന്താ ചിരിയാ. അപ്പോൾ അനുഭവിക്കുന്നതിനെ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. അതുപോലെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്,
ഇതൊരു പുരുഷനായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സദാചാര ബോധം ഉണർന്നേനല്ലേ? എന്നിട്ട് ആ പുരുഷനെ എല്ലാവരും കൂടെ ജാമ്യമില്ലാ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടച്ചേരെ. അതാണ് നിയമം. അപ്പം ഒരു അന്യ സ്ത്രീയോട് അത് സ്ത്രീ ചെയ്യുമ്പോൾ കുഴപ്പമില്ലേ എന്നുള്ളത് ഇല്ലേ എന്ന് പലരും ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി എന്നോണം ഏതായാലും അഞ്ജലി എന്ന് പറയുന്ന RJ അഞ്ജലി എന്ന് പറയുന്ന കൂട്ടുകാരി ഇപ്പം കൂടിയില്ല. എന്തോ കൂട്ടുകാരിയും കൂടെ കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു ഫോൺ വിളിച്ചത്. RJ അഞ്ജലി അവിടെ നിന്ന് ചിരിച്ചതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഏതായാലും ഇവർ ലൈഫ് ഇൻഫോ ഒക്കെ എടുത്താണ് ഈ പ്രാങ്ക് വീഡിയോകളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇതിന് ലൈഫ് ഇൻഫോ ഒക്കെ വേണമെന്ന് തോന്നുന്നു. ഏതായാലും എങ്ങനെയെങ്കിലും അതിന് നമുക്കിതിനെപ്പറ്റിയൊന്നും അറിയില്ല. നമ്മളാരെയും പ്രാങ്കാനും പോയിട്ടില്ല അല്ലേ? ഏതായാലും ഇതിന് ക്ഷമ ഉപയോഗിച്ചുകൊണ്ട് അവസാനം RJ അഞ്ജലി ഏതായാലും എത്തി. ഏതായാലും ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇവരുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളും തെറിയ വിഷയവും എല്ലാം കൊണ്ടും അവർ കമൻറ്റ് ബോക്സ് തന്നെ ഓഫാക്കി വെച്ചു എന്നുള്ളതാണ് വേറൊരു സത്യം. അവസാനം ക്ഷമ കെട്ട് എന്നിൽ നിന്നെല്ലാം മോചനവുമായിട്ട് RJ അഞ്ജലി നേരിട്ട് തൻ്റെ വീഡിയോയുമായിട്ട് വന്നിട്ടാണ് ഒരു ക്ഷമാപണം. നമുക്കതും കൂടെ ഒന്ന് കേൾക്കാം. അതാണ് ഞാൻ ആദ്യമേ കാണിച്ചത്. അതിൻ്റെ ബാക്കിയും കൂടെ നമുക്കൊന്ന് കേൾക്കാം. എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഞാൻ RJ അഞ്ജലി. എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ്. എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ്. വീഡിയോ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ്. അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത്. വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവുമില്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല, ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലേതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും. ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. അപ്പം ക്ഷമാപണം കൃത്യം ഒരു വ്യക്തി ക്ഷമ എല്ലാവരും തെറ്റ് സംഭവിക്കില്ല. എല്ലാ മനുഷ്യനും തെറ്റ് സംഭവിച്ചു. തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്നുള്ളതാണ്. പിന്നെ ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് തെറ്റുകൾ ഇനി ആവർത്തിക്കത്തില്ല എന്ന് പൊതു സമക്ഷം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് തന്നെ നല്ല കാര്യം. തെറ്റ് ചെയ്ത് അത് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീർന്നു. ഏതായാലും ഇതിനുള്ള ഏറ്റവും വലിയൊരു നേട്ടം കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയ്ക്ക് തന്നെയാണ്. പല യൂട്യൂബ് ചാനലുകൾക്കും കണ്ടൻറ് ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന യൂട്യൂബ് ചാനലുകൾക്കെല്ലാം കണ്ടൻറ് കിട്ടി. കുറച്ച് ദിവസം എടുത്ത് RJ അഞ്ജലി എടുത്ത് അലക്കി ഒരു പരുവാക്കിയിട്ടിരിക്കുകയാണ്. ഏതായാലും ആ കിണ്ടി സംഭവം ഒരു വല്ല അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് മാറുകയൊക്കെ ചെയ്തു. പിന്നെ വേറെ ഒരു നേട്ടം ഉണ്ടായെന്ന് പറഞ്ഞാൽ അഞ്ജലിക്ക് തന്നെയാണ്. കാരണം അറിയാൻ വയ്യാത്തവർ കൂടുതൽ ആൾക്കാരിലേക്ക് അഞ്ജലി എത്തി. അതുപോലെ അവരുടെ വീഡിയോ കാണാൻ, അഞ്ജലിയുടെ വലിയ വീഡിയോ ഒന്നും കണ്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ടുകൊണ്ടാണ് RJ അഞ്ജലി ഇങ്ങനൊരു പ്രാങ്ക് പരിപാടി ചെയ്തു എന്ന് നമ്മളറിയുന്നത്. അങ്ങനെ നമ്മൾ ആ സൈറ്റിൽ പോയി അത് കാണുന്നു. ഇപ്പം ഈ മാപ്പാപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കാണുന്നു. അപ്പം അങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് RJ അഞ്ജലി എന്ന് പറയുന്ന വ്യക്തി എത്തി. അത് അവരുടെ ചാനലിന് തന്നെ ഗുണം ചെയ്യും അല്ലേ? അങ്ങനെയൊക്കെയാണ് ഈ വിവാദങ്ങൾ കൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളാണ്. ആകെ ഒരു വിഷമം ഉണ്ടെങ്കിലും വിവാദത്തിലൂടെ നമുക്ക് നേട്ടം കൊയ്യാം എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.